ജിൻഡോയെ കാണുമ്പോ തന്നെ നമുക്കൊരു ഉറപ്പ് തോന്നും. ഈ കറുത്ത് കരിവാളിച്ച് ഫിനാലയ്ക്ക് ജാസ്മിന് വേണ്ടിയിട്ട് മാക്സിമം PR വർക്ക് ചെയ്യണമെന്ന് ആ ഷോയിലുള്ള ആൾക്കാർ തന്നെ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് കുറച്ച് മുന്നേ ജസ്ന എന്ന് പറയുന്ന ഒരു ചാനലിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ജസ്ന അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് അതിനകത്ത് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അതായത് ഈ BB ഷോയിൽ, ആ ഷോയിലുള്ള ആൾക്കാർ തന്നെ അതിലുള്ള കണ്ടസ്റ്റൻസിനെ, അവർക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ കണ്ടസ്റ്റൻസിന് PR ടീമിനെ അവർ തന്നെ ഇറക്കിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയണത്. ഇതിപ്പം എന്താ പറയണ്ടേ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു ഷോയുടെ ഇപ്പോഴത്തെ രീതി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷോയുടെ ഭാഗത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ വോയിസ് തന്നെയാണ് ഇപ്പം ജസ്റ്റിനെ പുറത്തു വിട്ടേക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ജാസ്മിനെ ഞാൻ അപരാധം പറയുന്നത് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഒരുപാട് PR ടീംസ് ഉണ്ട് എൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ചീത്ത വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് മാത്രമല്ല, വേറെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത്. അപ്പം നിങ്ങൾ കൊണ്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ജസ്റ്റിനയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ജാസ്മിൻ ഒരുപാട് PR വർക്കേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഓരോരുത്തരുടെ വീഡിയോയുടെ താഴെ പോയിട്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടതാണോ, പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതാണോ എന്നുള്ളതൊക്കെ അല്ലെ. അതൊക്കെ സാധാരണ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നത് ഷോയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അതായത് ആ ഷോ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെ അതിലെ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്ത് അവരെ വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നിൽക്കുന്ന ഒരു ഷോയാണത്. അപ്പൊ എല്ലാവരും വിചാരിക്കും, നിനക്ക് എങ്ങനെ ഇതറിയാം, നീ നേരിട്ട് കണ്ടോ കേട്ടോ? എല്ലാവർക്കും തെളിവാണല്ലോ ആവശ്യം. ഒരു വോയിസ് ഞാൻ കേട്ടല്ലേ, നമ്മുടെ PR ടീമൊക്കെ സെറ്റല്ലേ. ഫിനാലയ്ക്ക് ജാസ്മിന് എന്തായി കഴിഞ്ഞാൽ വോട്ട് കയറണം എന്നൊക്കെയുള്ള രീതിയാണ് സംസാരിക്കുന്നത്. എന്തുവാണ് ഇത് സത്യം പറഞ്ഞത്? ഇത് ശരിക്കും ആരുടെ വോയിസ് ആണ്? ആളുടെ പേരൊന്നും ജസ്റ്റ് പറഞ്ഞിട്ടില്ല. ആ ഷോയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന രീതിയിലോട്ടാണ് പോണത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ എൻ്റെ മോൾ ഷൈനോ അവർക്കൊന്നും വലിയ എന്താ പറയണ്ടേ, ഇതിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരിക്കാം. ഇതിൽ വേറെ കുറെ ഈ ഷോയുടെ ഭാഗത്തുള്ള വേറെ കുറെ ആൾക്കാർ മേ ബി ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയാണെന്നൊക്കെയാണ് പറയണത്. ഈ ഒരു സീസണിൽ നമുക്കറിയാം മെജോറിറ്റി ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജിൻഡോയാണ്. ജിൻഡോയ്ക്ക് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട്. അപ്പം ഒരിക്കലും ജിൻഡോയെ കവർ ചെയ്തിട്ട് വരാനായിട്ടുള്ള ഒരു ഫാൻസ് ജാസ്മിനെ സംബന്ധിച്ചില്ല. അപ്പം ഷോയുടെ ഭാഗത്ത് നിന്ന് അതൊരു PR ടീമിനെ സെറ്റ് ചെയ്തിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നത് വെറും പോക്കൃത്തരായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ. അപ്പം ബാക്കിയുള്ള വോട്ട് ചെയ്യുന്നവർക്കും ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും വെറും പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണത്. ഇത് ആര് കാണും? ഇനിയുള്ള സീസണുകളിൽ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നടന്ന് ഇത് ആര് കാണും? നിങ്ങൾ തന്നെ പറഞ്ഞു, നമ്മൾ കാണുന്ന ആൾക്കാരെ വെറും മണ്ടന്മാരാക്കുന്ന സാധനമാണ് ഇതൊക്കെ. ഇതുകൊണ്ട് ഇത് അവർക്കറിയാം. ഇതിപ്പം എന്തെല്ലാം നടന്നാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഷോയെ സംബന്ധിച്ച് എല്ലാവരും കാണും. കാര്യം എൻഡ് ഓഫ് ദി ഡേ എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ഒരാഴ്ച കാണാതിരുന്നാലും പിറ്റേ ആഴ്ച ആയാലും ഈ സാധനം കണ്ടുപോകും. സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇത് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിപ്പോകും ഈ ഷോയെ സംബന്ധിച്ച്. അപ്പം അവർ നോക്കിയിട്ട് അവരുടെ ഒരു രീതി എന്താണ്, അവർക്ക് നല്ല വ്യക്തമായിട്ടൊരു പ്ലാൻ അറിയാം. കാര്യം ഒരാളെ എങ്ങനെ ഹീറോ ആക്കണമെന്നറിയാം, ഒരാളെ എങ്ങനെ മോശക്കാരനാക്കണമെന്നറിയാം. നല്ല രീതിയിൽ ആ ഷോയെ സംബന്ധിച്ച് നല്ല വൃത്തിയായിട്ട് അറിയാം. അൻസിബയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അൻസിബയുടെ ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന കട്ടിൽ റാണി എന്ന് പറയുന്നതും ഈ അൻസിബ ഈ പറയുന്ന ഈ നുണയും കൊതിയും മാത്രമാണ് അവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പുറത്തു വിട്ടേക്കുന്നത്. അല്ലാതെ അൻസിബ പറഞ്ഞിട്ടുള്ള മെയിൻ പോയിന്റ്സ് ഒന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല എന്ന് അൻസിബ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാര്യം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ജാസ്മിൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടതാണ്. ജാസ്മിൻ്റെ കേസിൽ എന്താണ്, അവരത് ഈ കാണിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് വന്നേക്കുന്നത്. അതിനകത്ത് അവർ നോക്കിയിട്ട് അതാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഉള്ളത്. അപ്പോൾ അത് തന്നെ ആയിരിക്കും, ഒബ്വിയസ്ലി അത് തന്നെ ആയിരിക്കും. നെഗറ്റിവിറ്റി കാണാനാണല്ലോ ആൾക്കാർ എപ്പോഴും കയറുന്നത്. ആ കാണിക്കുന്ന തോന്നിവാസത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഷോയ്ക്ക് ഈ പ്രാവശ്യം റേറ്റിംഗ് വരാനും കാരണം. ഇന്ന് രജിസാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രജിസാർ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. ഈ പോളിൽ കുറച്ച് പേരുണ്ട് ജിൻഡോ വിജയിക്കണം, ജിൻഡോ ടോപ്പ് ആകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പക്ഷേ ജാസ്മിൻ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. ജാസ്മിൻ വിജയിക്കും. എന്തുകൊണ്ട് ജാസ്മിൻ വിജയിക്കും പറയുന്നത്? ജാസ്മിൻ വിജയിക്കുമെന്ന് എനിക്ക് തോന്നി പറഞ്ഞു. ആര് പറഞ്ഞല്ല, ജിൻഡോ വിജയിക്കണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഒരു 50-60 ദിവസം നമ്മളെല്ലാവരും, അല്ലെങ്കിൽ നിങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളിൽ പലരും ആ ബിഗ് ബോസ് ഷോ കാണാൻ വേണ്ടി കയറിയെങ്കിൽ ആ വാഴത്തോട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആഗ്രഹത്തോടെ തന്നെ കയറിയതല്ലേ? കള്ളം പറയരുത്, സത്യസന്ധമായി പറ. കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചത് ജിൻഡോയുടെ ആക്ടിവിറ്റി കാണാൻ വേണ്ടിയാണോ, അതോ വാഴത്തോട്ടത്തിലെ കലാപരിപാടികൾ ഇനി അടുത്തത് എന്താവും എന്ന ഉത്കണ്ഠയായി കൊണ്ട് കയറിയതാണ്? കറക്റ്റ് അല്ലേ? ആ വാഴത്തോട്ടത്തിൽ എന്ത് നടക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കയറിയത്. അതാണ് ഞാൻ പറഞ്ഞത്, നെഗറ്റിവിറ്റി എവിടെ ഉണ്ടോ ആ നെഗറ്റിവിറ്റി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആൾക്കാർ കയറുന്നത്.
അപ്പം അഫ്കോഴ്സ് നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നല്ല രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ നോക്കത്തില്ല. ആ ഒരു ഷോയെ സംബന്ധിച്ച് എത്രത്തോളം രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാവോ അതെല്ലാം അവർ ചെയ്തു കൊടുക്കും. അതാണ് അവരുടെ ഒരു രീതി. അതാണ് വ്യക്തമായിട്ട് റേസാർ ഉദ്ദേശിച്ചത്. സത്യം പറയണം. ഏത് അവസ്ഥയിലും നമ്മൾ സത്യം പറയാനും സത്യത്തിൽ ജീവിക്കാനും. അപ്പൊ കൂടുതൽ കാശ് കിട്ടിയതും ഇതിന് റേറ്റിംഗ് കൂട്ടിയതും ആളാരാണ്? വാഴത്തോപ്പ്. അതാണ് മിടുക്കൻ. അങ്ങനെ അതായിരിക്കണം. ഏത് മൊമെന്റിലും സത്യം പറയാനും സത്യത്തിൽ ജീവിച്ചാൽ പോയാൽ ലാസ്റ്റിലും. കാരണം സത്യം എപ്പോഴും താന്നേ കിടക്കത്തുള്ളൂ, കള്ള ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വന്നത് വാഴത്തോപ്പ്. കാര്യം വാഴത്തോപ്പിലെ സീൻസ് കാണാൻ കയറിയതിൻ്റെ പേരിൽ 100% അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്നത് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ ഇപ്പം പറയുന്നുണ്ട് ഇതിനകത്ത് ഈ ഭയങ്കര സദാചാരമാണെന്നൊക്കെ പറഞ്ഞ് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. കാര്യം വിവരം കെട്ട കുറേ നാറികളുണ്ട് ജാസ്മിൻ്റെ ഫാൻസായിട്ട് നടക്കുന്നവന്മാർ. ഒരു ബോധമില്ലാത്തവന്മാരാണ്. കാര്യം അവന്മാരുടെ ഈ ഗ്രൂപ്പുകളിലുള്ള വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അതും പറഞ്ഞ് ഉളുപ്പ് പോകുന്നു. ഇവനൊന്നും നാണോ മാനോ ഇല്ല, ഇവനൊക്കെ എന്തോ ഈ കാര്യം ഓരോ ആൾക്കാരെ പറ്റിയിട്ട് ഇവന്മാർ കണ്ട കണക്കാണ് വന്നിരുന്നത് അതിനകത്ത് വോയിസ് മെസ്സേജ് ഇടുന്നത്. പല ആൾക്കാരെ പറ്റിയിട്ട് വരുന്ന വോയിസ് മെസ്സേജൊക്കെ നിങ്ങൾ കേൾക്കണം. അവന്മാരുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊരു വോയിസ് കേൾപ്പിച്ചു തരാം. എനിക്കും അത് തോന്നി കേട്ടോ. കാരണം ഈ ജിൻഡോയെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പ് തോന്നും. ഈ കറുത്ത് കരിവാളിച്ച് അയാളുടെ ആ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ, പിന്നെ ജാസ്മിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വെളുത്തിട്ടാണെങ്കിലും അങ്ങനെ കുളി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരിനെ കാണാനും ഒരു ഇച്ചിരി ഇതൊക്കെ ഉണ്ട്. നമുക്കൊരു വൃത്തി തോന്നും. കാണാനും നല്ല വെളുത്തിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം വരുമ്പോൾ നമുക്കങ്ങനെ തോന്നും. പക്ഷേ ഈ ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല എനിക്ക്. ജിൻഡോ കാണുമ്പോഴേ അറപ്പ് വരും. ജിൻഡോ കറുത്തിട്ടിരിക്കുന്ന ഒരാൾ ജാസ്മിനെ കാണാനായിട്ടാണെങ്കിൽ വെളുത്തിട്ടും ഇരിക്കുക, കാണാനും നല്ല രസമുണ്ടെന്ന്. ഇവനൊക്കെ എന്ത് ബോധമുണ്ട് ഒന്ന് ആലോചിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവൻ പറഞ്ഞല്ലോ ഈ പറയുന്ന കറുത്തിട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയും പറഞ്ഞല്ലോ. കാലിലെ നഖമൊക്കെ എടുത്ത് കടിച്ച് തിന്നാം. ഓക്കെ, ബാത്റൂമിൽ ചപ്പലിടാതെ പോയിട്ട് ആ കാല് വെച്ചുള്ള നഖമൊക്കെ എടുത്ത് കടിച്ച് തിന്നാം. ഓക്കെ, ഇവനൊക്കെ അത് തിന്നുന്ന ടീമുകളായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന മൂക്കളയൊക്കെ ഭയങ്കരമായിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും മേ ബി, അല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അത്രത്തോളം നിലവാരമുള്ളതെന്ന് എനിക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരാളെ ഇപ്പം ഞാൻ ഇതിനു മുന്നേ ഒരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതായത് ജാസ്മിൻ്റെ ഈ റേസിസത്തിൻ്റെ ഒരു വിഷയം, അതിനെതിരെ ഹ്യൂമൻ റൈറ്റ്സിൽ കേസ് കൊടുത്ത കാര്യം. അതായത് കറുത്ത മത്സ്യകന്യകൻ എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ്. നിങ്ങൾ ആലോചിച്ചോണം, ജാസ്മിൻ്റെ പേരിലാണ് അത് കേസ് കൊടുത്തത്. ഹ്യൂമൻ റൈറ്റ്സിലൊക്കെ ആരും കേസ് കൊടുത്തത്. ഏറ്റവും കൂടുതൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവർ അതിന് വേണ്ടിയിട്ട് എന്ത് പറയണ്ട, ജാസ്മിൻ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആൾക്കാർ, അതിനകത്ത് പെടുന്ന ആൾക്കാരായിരിക്കും ഇവനൊക്കെ. ഒരാളെ നമ്മൾ അയാളുടെ സ്കിൻ കളറോ അല്ലെങ്കിൽ അയാളുടെ മുടിയുടെ കളറോ ഒന്നുമില്ല, ഒരാളുടെ ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ പോട്ടെ, നീയൊക്കെ ആ ഒരു ഷോയെ പറ്റിയിട്ട് പറഞ്ഞു, ആ ഒരു വ്യക്തിയെ നീയൊക്കെ ജഡ്ജ് ചെയ്യണത് ആ ഒരു ഷോയുടെ ഗെയിം പ്ലേ വെച്ച് നോക്ക്. അത് മാത്രം വെച്ച് നോക്ക്. പേഴ്സണൽ ലൈഫിൽ ഈ പറയുന്ന രണ്ട് പേരെ നീ ഒന്നും കമ്പയർ ചെയ്യണ്ട. ആ ഗെയിമിൽ എന്താണ് കാണിക്കുന്നത്, അതിനെയൊക്കെ കാട്ടിയും ഈ പറയുന്ന ജാസ്മിനെ കാട്ടി മച്ച് ബെറ്ററാണ് ഈ പറയുന്ന ജിൻഡോ. ഇതിനൊക്കെ എന്ത് യോഗ്യതയുണ്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാൻ? ഒരാളുടെ കറുത്തിരിക്കുന്നെന്നും പറഞ്ഞിട്ട് ഒരാളുടെ അടുത്ത് ഇതിപ്പം പറയുമായിരിക്കും ജാസ്മിൻ്റെ ആർമിയിലുള്ള ആൾക്കാരല്ല, വളരെ നല്ല ആൾക്കാരായിരിക്കും എന്നായിരിക്കും പറയുന്നത്. ഇനിയിപ്പം ജാസ്മിൻ്റെ ആർമിയിലുള്ള ആളല്ലെങ്കിലും ഇവൻ്റെ വിവരം എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവാനുണ്ട്. എനിക്ക് ഇവൻ്റെ പേരോ ഡീറ്റെയിൽസ് അറിയില്ല. ഒരുപാട് ഗ്രൂപ്പുകളിൽ ഫോർവേഡായിട്ട് വന്നൊരു വോയിസാണിത്. എന്തായാലും കൊള്ളാം. എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനില്ല. അതിനെ പറ്റിയിട്ട് ഇനി നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. അപ്പം എന്തായാലും ഈ ഒരു ഷോയുടെ ഇപ്പം നിലവിലത്തെ ഒരു രീതി വ്യക്തമായിട്ട് ആൾക്കാരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ജാസ്മിനെ കപ്പടിപ്പിക്കാനുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ജിൻഡോ ഇനി കപ്പടിച്ചില്ലെങ്കിൽ ഈ ഒരു സീസൺ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി വരുന്ന സീസണുകളിൽ ആൾക്കാർ കാണുമെന്ന്. കാര്യം ജിൻഡോ ഒക്കെ അത്യാവശ്യം നല്ല തുടക്കം തൊട്ട് നല്ല കണ്ടന്റ് ഒക്കെ കൊടുത്ത് കയറി വന്നൊരു വ്യക്തിയാണ്. ഇപ്പം ജിൻഡോയെ കുറേ ആൾക്കാർ ഇപ്പം ജിൻഡോയുടെ കണ്ടന്റ് കാണാനില്ല. അത് മാത്രമല്ല ഈ ഇപ്പം ജാസ്മിൻ്റെ ഈ പറയുന്ന ആർമി ടീമുകൾ തന്നെ ജിൻഡോയുടെ പല പോസ്റ്റുകളുടെയും താഴെ വന്നിരുന്ന ചീത്തവിളിയും കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ വേറൊരു ആൾക്കാർ പറയുന്നുണ്ട് ഏഷ്യാനെറ്റിൻ്റെ താഴെ പോയിട്ടങ്ങാണ്ട് ജാസ്മിനെ കുറ്റം പറയുമ്പോഴത്തേക്ക് ആ കമൻസ് റിമൂവ് ചെയ്ത് കളയുന്നതെന്നൊക്കെ. അതൊക്കെ ഉള്ളതാണോന്ന് എനിക്കറിയത്തില്ല, അത് ഞാൻ കണ്ടിട്ടില്ല, അതിനെപ്പറ്റി എനിക്കറിയത്തുമില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും അവരുടെയൊക്കെ ഉദ്ദേശം? ജാസ്മിനെ തീർച്ചയായിട്ടും ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടായിരിക്കും നമുക്ക് ബേസിക്കലി ഫീൽ ചെയ്യണത്. എന്തായാലും അൻസിബ ഇന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൻസിബ എടുത്ത് ഈ പറയുന്ന പോലെ ഒരാണും പെണ്ണും അടുത്തിരുന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള സദാചാരമാണോ, എന്തുകൊണ്ട് ഈ പറയുന്ന അൻസിബയും ഋഷിയും ആൾക്കാരൊന്നും പറഞ്ഞില്ല. കാര്യം അവർ രണ്ടുപേരും ഇങ്ങനെ കൈപിടിച്ചിരിക്കുന്നതിനെ പറ്റിയിട്ടൊന്നും ആരും കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അതിനെ പറ്റിയിട്ട് അൻസിബ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, ഒന്ന് കണ്ടു നോക്കാം.
ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വേറെ രീതിക്ക് എടുക്കുന്നത് ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്താ പറയുക, അവർ തന്നെ അതിനെ ന്യായീകരിക്കുന്ന പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇതും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ജനങ്ങൾ ഒരിക്കലും അങ്ങനെ കുറ്റം പറയാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും തെറ്റല്ല. എത്രയോ ആൺ പെൺ സൗഹൃദങ്ങളുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു പുരുഷനാണ്. കേട്ടോ, ഒരിക്കലും ഒരു ആണും പെണ്ണും അടുത്തിരുന്നെന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും കുറ്റം പറയരുത്. അതിന് അങ്ങനെ കുറ്റം പറയുന്നതാണ് സദാചാരം എന്നുള്ള രീതിയിൽ പറയേണ്ടത്. കാണിക്കുന്ന എന്ത് കാര്യത്തിനും ഒരു ബൗണ്ടറി ഉണ്ട് എന്നുള്ള രീതിയാണ് അൻസിബ പറഞ്ഞു വരുന്നത്. അപ്പോൾ പലർക്കും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കും. പക്ഷെ അത് എങ്ങനെ, അതിന്റെ ബൗണ്ടറി എങ്ങനെയാണ്, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ ഓരോ ബൗണ്ടറി വെച്ചിരിക്കുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ബൗണ്ടറി വേണം എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ എൻ്റെയും ഋഷിയുടെയും ബന്ധത്തെ പറ്റി ആരും വേറെ രീതിയിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെ നാട്ടിലുള്ള മലയാളികൾ അങ്ങനെ ചിന്തിക്കുന്നവരല്ല. ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നെന്ന് വിചാരിച്ചിട്ട് അവരെ പറ്റി അനാവശ്യം പറയുന്ന ആളുകളല്ല മലയാളികൾ. കേട്ടല്ലോ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസറാണ് അൻസിബ കൊടുത്തത്. കാര്യം അവരെ പറ്റിയിട്ട് ആരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കണ്ടസ്റ്റൻസിനെ മാത്രം ഏറ്റവും കൂടുതൽ ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് എന്താ പറയണ്ട, അവൾ പറയുന്ന ഭയങ്കര സർവൈവറാണ്, 23 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പറ്റി മാത്രം എല്ലാവരും ഇങ്ങനെ മോശം സംസാരിക്കുന്നു, എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ പറ്റിയൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ള ടോക്കുണ്ടല്ലോ. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. അതിനകത്തുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് അൻസിബ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവരതിനകത്ത് കാണിച്ചു കൂട്ടി ജാസ്മിനോട് എന്തുകൊണ്ട് ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ വരുന്നത്, ജാസ്മിൻ്റെ ഗെയിമും അവിടെ കാണിച്ച് കൂട്ടിയതും ആണ് ആർക്കും പൊരുത്തപ്പെടാൻ പറ്റാത്തത്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ഷോയിൽ പോയിട്ട് കപ്പടിച്ച് കഴിഞ്ഞാൽ എന്ത് മെസ്സേജ് ആയിരിക്കും സോഷ്യലിൽ കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളത്. കാര്യം കാണിച്ചു കൂട്ടിയതിനകത്തോട്ട് ഒരിക്കലും നമ്മൾ പബ്ലിക് റെസ്പോൺസ് എല്ലാം എടുത്ത് നോക്കിയാൽ മതി. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരു മനുഷ്യർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജാസ്മിൻ ആ ഷോയിൽ കാണിച്ചത് വീട്ടിൽ ഫാമിലി ആയിട്ടിരുന്ന് ഷോ ആണെന്ന ആൾക്കാർ വരെ പറഞ്ഞ എന്തുവാ TV നിർത്തിയിട്ട് പോവുകയാണ്, ഇരുന്ന് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് വന്നത്. അപ്പം എന്തായാലും ഇനി ജാസ്മിന് ഒരു കപ്പ് എന്ന് പറയുന്ന ഒരു ഇതിന് കുറച്ചും കൂടി ദിവസം കൂടി ബാക്കിയുള്ളൂ. എന്തായാലും കുറേ വിവരം കെട്ട കുറേ നാറികളുണ്ടല്ലോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറേ ഊളകൾ. അമ്മമാർ മാക്സിമം PR വർക്ക് എടുത്തിട്ട് തകർത്ത് വെച്ച് കമൻറ്റ് ഇട്ടോ. നീയൊക്കെ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഒരു തേങ്ങയില്ല, അവിടെ ഇങ്ങനെ കിടന്ന് മെഴുകത്തേ ഉള്ളൂ. ഓക്കെ, നീയൊക്കെ ധൈര്യമായിട്ട് വന്നിരുന്ന കമൻറ്റ് ഇട്ടോ. നീയൊക്കെ ഈ വീഡിയോ ഇട്ടിട്ട് എന്ത് പറയണ്ട, ഒരു 5 മിനിറ്റ് തികയുന്നതിന് മുന്നേ നിൻ്റെയൊക്കെ കമൻറ്റ് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ലിങ്ക് ഷെയർ ചെയ്ത് അവിടുന്ന് കൂട്ടത്തോടെ വന്നിരുന്ന് നെഗറ്റീവ് പറയുന്നതാണ് ഇത് പൊട്ടന്മാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നീയൊക്കെ ഈ കമൻറ്റ് ഇടുമ്പോൾ നീയൊക്കെ ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്ത് ഒരു അത്യാവശ്യം എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കണ്ട് എന്നിട്ടൊക്കെ കമൻറ്റ് ഇടുക. ആർക്കാർക്ക് ഡൗട്ട് അടിക്കാത്ത രീതിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് നിൻ്റെയൊക്കെ കളത്തിനും പിടിക്കും. നല്ല രീതിയിൽ ഇതിന് വേണ്ടി വർക്ക് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നവന്മാരാണ്. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.